രഹസ്യവും നിങ്ങളുടെ ശരീരവും. ശരീരഭാരം കൂടുതലാണ്. കുറേ ഭാരം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ സൃഷ്ടി പ്രക്രിയ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി അറിയേണ്ട കാര്യം, നിങ്ങൾ ഭാരം കുറയ്ക്കുക എന്നതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഭാരം കുറയ്ക്കേണ്ടതുണ്ട് എന്ന കാര്യം തന്നെ നിങ്ങളിലേക്ക് തിരിച്ച് ആകർഷിക്കപ്പെടും. അതിനാൽ ഭാരം കുറയ്ക്കേണ്ടതുണ്ട് എന്നതിനെ മനസ്സിൽ നിന്ന് എടുത്തു കളയുക. ഭക്ഷണ നിയന്ത്രണം വലിയ ഗുണം ചെയ്യാത്തതിൻ്റെ കാരണം ഇതാണ്. ഭാരം കുറയ്ക്കുക എന്നതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഭാരം കുറയ്ക്കേണ്ടതാണ് എന്ന അവസ്ഥയെ തുടർച്ചയായി നിങ്ങൾ ആകർഷിക്കും. രണ്ടാമത്തെ കാര്യം, ഭാരക്കൂടുതൽ എന്ന അവസ്ഥ ഉണ്ടായത് തന്നെ നിങ്ങൾ ആ രീതിയിൽ ചിന്തിച്ചതുകൊണ്ടാണ്. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ, ഒരാൾക്ക് ഭാരക്കൂടുതൽ ഉണ്ടെങ്കിൽ അതുണ്ടായത് അറിഞ്ഞോ അറിയാതെയോ അയാൾക്കുണ്ടായ തടിച്ച ചിന്തകൾ കാരണമാണ്. മെലിഞ്ഞ ചിന്തകൾ മനസ്സിലുള്ള ആൾക്ക് തടി കൂടുതലാകുക സാധ്യമല്ല. ആകർഷണ തത്വത്തിന് എതിരാണ് അത്. നിങ്ങളുടെ തൈറോയിഡ് പ്രവർത്തനം അല്പം കുറവാണ്, മെറ്റാബോളിസം ശരിക്ക് പ്രവർത്തിക്കുന്നില്ല, തടി കൂടുതലായത് പാരമ്പര്യം കാരണമാണ് എന്നൊക്കെ ഒരാളോട് പറഞ്ഞാൽ അതെല്ലാം തടിച്ച ചിന്തകൾ ചിന്തിക്കാനുള്ള ഒഴിവുകഴിവുകളാകും. മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾ നിങ്ങൾക്ക് ബാധകമാണെന്ന് നിങ്ങൾ അംഗീകരിച്ചാൽ, അത് വിശ്വസിച്ചാൽ, അത് നിങ്ങളുടെ വൈകാരിക അനുഭവമാകും. നിങ്ങൾ കൂടുതൽ ശരീരഭാരത്തെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ 2 പെൺമക്കളെ പ്രസവിച്ച ശേഷം എനിക്ക് തടിയും ഭാരവും കൂടുതലായി. അങ്ങനെ സംഭവിച്ചത് പ്രസവം കഴിഞ്ഞാൽ പിന്നെ ശരീരഭാരം കുറയ്ക്കാൻ പ്രയാസമാണ്, 2 പ്രസവം കഴിഞ്ഞാൽ പിന്നെ ഏറെ പ്രയാസമാണ് എന്നൊക്കെയുള്ള സന്ദേശങ്ങൾ വായിക്കുകയും കേൾക്കുകയും ചെയ്തതുകൊണ്ടാണെന്ന് എനിക്കറിയാം. ഇത്തരം തടിയുള്ള ചിന്തകൾ മൂലം അതിനെ തന്നെ ഞാൻ എന്നിലേക്ക് വിളിച്ചു വരുത്തി. അത് എൻ്റെ അനുഭവമായി തീർന്നു. ഞാൻ ശരിക്കും തടിച്ചു വീർത്തു. ഞാൻ ഇങ്ങനെ തടിച്ചു വീർത്തല്ലോ എന്ന് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കും തോറും കൂടുതൽ തടിച്ചു വീർക്കലിനെ ഞാൻ ആകർഷിച്ചു. ഈ ചെറിയ ശരീരഘടനയ്ക്കുള്ളിൽ ഞാൻ 143 പൗണ്ട് ഭാരമായി. ഇതിനെല്ലാം കാരണം എൻ്റെ തടിയുള്ള ചിന്തകൾ തന്നെ. ഭക്ഷണമാണ് ഭാരക്കൂടുതലിനുള്ള കാരണമെന്നാണ് സാധാരണയായ ആളുകൾ കരുതുന്നത്. ഞാനും അങ്ങനെ കരുതിയിരുന്നു. നിങ്ങൾക്ക് ഗുണം ചെയ്യാത്ത വിശ്വാസമാണത്. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ അത് പൂർണ്ണമായി മണ്ടത്തരമാണ്. ഭാരം വർദ്ധിക്കുന്നതിന് ഉത്തരവാദി ഭക്ഷണമല്ല, ഭക്ഷണമാണ് ഭാരക്കൂടുതലിന് കാരണം എന്ന നിങ്ങളുടെ ചിന്തയാണ് വാസ്തവത്തിൽ ഭാരക്കൂടുതൽ ഉണ്ടാക്കുന്നത്. ഓർക്കുക, ചിന്തകളാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാന കാരണം. മറ്റെല്ലാം ആ ചിന്തകളിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളാണ്. ഉത്തമമായ ചിന്തകൾ ഉണ്ടായാൽ അതിൻ്റെ ഫലമായി ഉത്തമമായ ശരീരഭാരവും ഉണ്ടാകും. പരിമിതപ്പെടുത്തുന്ന ചിന്തകളെ കൈവെടിയുക. ഭക്ഷണത്തിന് നിങ്ങളുടെ ഭാരം വർദ്ധിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ അങ്ങനെ ചിന്തിക്കാതിരുന്നാൽ മതി. നിങ്ങൾക്ക് ഏറ്റവും സുഖകരമായി അനുഭവപ്പെടുന്ന ഭാരമാണ് ഉത്തമമായ ഭാരം. മറ്റാരുടെയും അഭിപ്രായം കണക്കിലെടുക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് അനുഭവപ്പെടുന്ന ഭാരം തന്നെയാണ് ഏറ്റവും ശരിയായ ഭാരം. വളരെ മെലിഞ്ഞിട്ടാണെങ്കിലും ഭീമനെ പോലെ ഭക്ഷണം കഴിക്കുന്ന ചിലരെ കണ്ടിട്ടില്ലേ? അവർ വലിയ അഭിമാനത്തോടെ പറയും, ഞാൻ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കും, എന്നാലും എൻ്റെ ശരീരത്തിന് എപ്പോഴും ശരിയായ ഭാരമായിരിക്കും. അതാണ് പ്രപഞ്ചം എന്ന ഭൂതം. താങ്കളുടെ ആഗ്രഹമാണ് എനിക്കുള്ള കൽപ്പന എന്ന് പറയുന്നതിൻ്റെ ഉദാഹരണം. ഈ സൃഷ്ടിപ്രക്രിയയിലൂടെ ശരീരത്തിന് ശരിയായ ഭാരവും രൂപവും നേടാൻ ഇനി പറയുന്ന പോലെ ചെയ്യുക. ഘട്ടം 1, ആവശ്യപ്പെടുക. നിങ്ങൾക്ക് എന്ത് ഭാരം വേണമെന്ന് തീരുമാനിച്ചുറപ്പിക്കുക. ശരിയായ ഭാരമായാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും എന്ന ഒരു ചിത്രം മനസ്സിൽ സങ്കല്പിക്കുക. മുൻപ് നിങ്ങൾക്ക് നല്ല ഉത്തമമായ ശരീരമുണ്ടായിരുന്ന കാലത്തെ ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ ശേഖരിക്കുക. ഇടയ്ക്കിടെ അത് നോക്കുക. ആ ചിത്രങ്ങൾ കിട്ടാനില്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ശരീരത്തിൻ്റെ കുറേ ചിത്രങ്ങൾ എടുത്ത് ഇടയ്ക്കിടെ അത് നോക്കുക. ഘട്ടം 2, വിശ്വസിക്കുക. നിങ്ങൾ അത് നേടുമെന്നും ഒത്ത ശരീരം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്നും വിശ്വസിക്കണം. നിങ്ങളുടെ ശരീരം ഇപ്പോൾ ശരിയായ വണ്ണവും ഭാരവുമാണെന്ന് സങ്കല്പിക്കുക, ഭാവിക്കുക, നടിക്കുക. നിങ്ങൾ ലക്ഷണമൊത്ത ശരീരം നേടിയതായി മനസ്സിൽ കാണുക. നിങ്ങൾക്ക് ആവശ്യമായ ശരിയായ ഭാരം കടലാസിൽ എഴുതി ഭാരം നോക്കുന്ന ഉപകരണത്തിൽ ഒട്ടിച്ചു വയ്ക്കുക. അല്ലെങ്കിൽ ഭാരം നോക്കാതിരിക്കുക. നിങ്ങളുടെ ചിന്തയോ വാക്കോ പ്രവൃത്തിയോ നിങ്ങൾ ആവശ്യപ്പെട്ടതിന് വിരുദ്ധമാവരുത്. നിങ്ങളുടെ ഇപ്പോഴത്തെ തടിക്കൊത്ത വസ്ത്രങ്ങൾ വാങ്ങരുത്. വിശ്വാസമർപ്പിച്ച് നിങ്ങൾ ശരിയായ ഭാരം കൈവരിച്ചു കഴിഞ്ഞാൽ വാങ്ങുന്ന വസ്ത്രങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ലക്ഷണമൊത്ത ശരീരത്തെ ആകർഷിച്ചെടുക്കുക എന്നത് പ്രപഞ്ചത്തിൻ്റെ കാറ്റലോഗിൽ നോക്കി ഓർഡർ കൊടുക്കുന്നത് പോലെ തന്നെയാണ്. കാറ്റലോഗ് മറിച്ചു നോക്കി നിങ്ങൾ ശരിയായ ശരീരഭാരം തിരഞ്ഞെടുത്ത് ഓർഡർ കൊടുത്താൽ അത് നിങ്ങൾക്ക് എത്തിച്ചു തരുമല്ലോ. നിങ്ങൾ സങ്കല്പിക്കുന്നത് പോലുള്ള ലക്ഷണമൊത്ത ശരീരമുള്ള ആളുകളെ കാണാൻ ശ്രമിക്കുകയും കണ്ടാൽ ആരാധിക്കുകയും മനസ്സിൽ പ്രശംസിക്കുകയും ചെയ്യുമെന്ന് നിശ്ചയിക്കണം. അങ്ങനെയുള്ളവരെ തെരഞ്ഞു കണ്ടുപിടിച്ച് അവരെ ആരാധിക്കുമ്പോൾ ആ വികാരം നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾ അതിനെ നിങ്ങളിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. തടിയും ഭാരവും കൂടുതലുള്ള ആളുകളെ കണ്ടാൽ ശ്രദ്ധിക്കരുത്. ഉടൻ നിങ്ങൾ വടിവത്ത ശരീരമുള്ള നിങ്ങളുടെ രൂപം മനസ്സിൽ കാണുക, അത് അനുഭവിക്കുക. ഘട്ടം 3, സ്വീകരിക്കുക.
നിങ്ങളുടെ മനസ്സിൽ സുഖാനുഭവം ഉണ്ടാകണം. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ സുഖകരമായ വികാരം ഉണ്ടാവണം. ഇത് വളരെ പ്രധാനമാണ്. കാരണം നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് മനസ്സിൽ മോശമായ വികാരം നിലനിൽക്കുമ്പോൾ നിങ്ങൾക്ക് ലക്ഷണമൊത്ത ശരീരത്തെ ആകർഷിക്കാൻ കഴിയില്ല. സ്വന്തം ശരീരത്തെക്കുറിച്ച് മോശമായ വികാരമാണ് ഉള്ളിലുള്ളതെങ്കിൽ അത് ശക്തമായ വികാരമായിരിക്കും. അതുമൂലം നിങ്ങൾ വീണ്ടും വീണ്ടും അതുപോലുള്ള വികാരങ്ങളെ ആകർഷിക്കും. സ്വന്തം ശരീരത്തെ ദോഷദൃഷ്ടിയോടെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ശരീരം നന്നാക്കിയെടുക്കാൻ കഴിയില്ല. വാസ്തവത്തിൽ അത് കൂടുതൽ ഭാരത്തെ ആകർഷിച്ചു വരുത്തുകയാണ് ചെയ്യുക. സ്വന്തം ശരീരത്തിൻ്റെ ഓരോ ഇഞ്ചിനെയും സ്തുതിക്കുക, ആശംസിക്കുക. നിങ്ങളിലുള്ള മികവുകളെപ്പറ്റി ചിന്തിക്കുക. ലക്ഷണമൊത്ത ചിന്തകൾ മനസ്സിലുണ്ടായാൽ അത് നിങ്ങൾക്ക് സുഖാനുഭൂതി നൽകും. ലക്ഷണമൊത്ത ശരീരത്തിൻ്റെ തുല്യ തരംഗദൈർഘ്യത്തിൽ നിങ്ങൾ എത്തും. നിങ്ങൾ പൂർണ്ണതയെ നിങ്ങളിലേക്ക് വിളിച്ചു വരുത്തും. വാലസ് വാറ്റിൽസ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി മികച്ച ചില തന്ത്രങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് ചവച്ചിറക്കുക എന്ന അനുഭവത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ്. മനസ്സിൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അനുഭൂതി മാത്രം മനസ്സിനെ മറ്റു ചിന്തകളിലേക്ക് തെന്നിപ്പോകാൻ അനുവദിക്കരുത്. മനസ്സ് ശരീരത്തോടൊപ്പം ഉണ്ടാവണം. രുചികരമായ ഭക്ഷണം വായിൽ ചവയ്ക്കുന്നതും തൊണ്ടയിലൂടെ ഇറങ്ങുന്നതുമായ അനുഭവം ആസ്വദിക്കുക. അടുത്ത തവണ ഭക്ഷണം കഴിക്കുമ്പോൾ പരീക്ഷിച്ചു നോക്കൂ. നിങ്ങളുടെ സാന്നിധ്യം പൂർണ്ണമായും അതിലാകുമ്പോൾ ഭക്ഷണത്തിൻ്റെ രുചി തീവ്രവും വിശിഷ്ടവുമായി അനുഭവപ്പെടും. മനസ്സ് വഴിമാറിപ്പോയാൽ ഭക്ഷണത്തിൻ്റെ രുചി ഫലത്തിൽ ഇല്ലാതാകും. ഭക്ഷണത്തിൻ്റെ സുഖകരമായ വൈകാരിക അനുഭവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ ഭക്ഷണം ഉത്തമമായ രീതിയിൽ ശരീരം ആഗിരണം ചെയ്യും. ശരീരം ലക്ഷണമൊത്ത ഉത്തമ രൂപത്തിലാവുകയും ചെയ്യും. എൻ്റെ സ്വന്തം തടിയുടെയും തൂക്കത്തിൻ്റെയും കഥ പറഞ്ഞ് അവസാനിപ്പിക്കണമല്ലോ. ഞാനിപ്പോൾ എൻ്റെ ലക്ഷണമൊത്ത ഭാരമായ 116 പൗണ്ട് സ്ഥിരമായി നിലനിർത്തുന്നു. ഒരു തടസ്സവുമില്ലാതെ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കുന്നു. ശരിയായ ശരീരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക.